ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? എന്നാൽ ഉള്ളിയൊന്നും വഴറ്റാണ്ട് എളുപ്പത്തിലൊരു ബിരിയാണി. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈര് ഒഴിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1.5 സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറി മസാല, ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു ഹാഫ് കഷ്ണമായിട്ടുള്ള ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ് വീഡിയോ എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് വെള്ളം ഒന്ന് വെട്ടി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബർക്കത്തിൻ്റെ അരിയാട്ടോ എടുത്തേക്കുന്നത്, അതൊന്ന് കഴുകി ഇട്ട് കൊടുക്കാം. ഇനി അരി വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് കാഷ്യൂനട്ടും നമ്മുടെ ഉണക്കമുന്തിരിയും കൂടി ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ നേരം കൊണ്ട് നമ്മൾ നേരത്തെ ആക്കാൻ വെച്ചിട്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പം പകുതി വേവിച്ച ചോറ് ഊറ്റി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ അരപ്പും കൂടെ ആയിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ചെറു തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പകുതി വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇട്ടതിന് ശേഷം വറുത്ത ഐറ്റംസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും അടുത്ത ലെയറായിട്ട് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാത്രം ഒന്ന് അടച്ച് വെച്ച് ദം ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ വെയിറ്റിന് വേണ്ടിയിട്ട് കാറ്റിലിൽ കുറച്ച് വെള്ളം നിറച്ചിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊരു 10-15 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മൂടിയും തുറക്കാം. ഈ മൂടി തുറക്കുമ്പോഴുള്ളൊരു മണമുണ്ടല്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവിയും റൈസും ഒക്കെ ആയിട്ട് റൈസൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോഴേ ഇത്ര ടേസ്റ്റി ബിരിയാണി ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.